ഹായ്. IT മേഖലയിലുള്ളവർക്ക് മാത്രമല്ല, ടെക്നോളജിയായിട്ട് ബന്ധപ്പെട്ട എല്ലാവരെയും ബാധിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയത്തെക്കുറിച്ച് സംസാരിക്കാനാണ് ഈ വീഡിയോ. എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ 1-2 മാസങ്ങളായിട്ട് കമ്പ്യൂട്ടറുകളിൽ ഉപയോഗിക്കുന്ന റാമിൻ്റെയും SSDയുടെയും അതുപോലെ സ്റ്റോറേജ് ഡിവൈസുകളുടെയൊക്കെ വില ക്രമാതീതമായിട്ട് കൂടിക്കൊണ്ടിരിക്കുകയാണ്. 100-200 മടങ്ങൊക്കെയാണ് ഇപ്പോൾ വർദ്ധിച്ചിട്ടുള്ളത്. ഇതെന്താണ് ഇതിൻ്റെ കാരണം? ഈ റാമിലും SSDയിലും അതുപോലെ സ്റ്റോറേജ് ഡിവൈസുകളിലെല്ലാം ഉപയോഗിക്കുന്നത് മെമ്മറി ചിപ്പുകളാണ്. ഈ മെമ്മറി ചിപ്പുകൾ ലോകത്ത് ആകെ 3 കമ്പനികളാണ് മാനുഫാക്ചർ ചെയ്യുന്നത്. SK ഹൈനിക്സ്, സാംസങ്, മൈക്രോൺ. ഇവയാണ് ആ 3 കമ്പനികൾ. AI ഡാറ്റാ സെൻറ്ററുകൾ, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ ഡാറ്റാ സെൻറ്ററുകൾ ലോകത്താകമാനം വളരെ വലിയ ഡാറ്റാ സെൻറ്ററുകളുടെ നിർമ്മാണങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഗൂഗിൾ, മെറ്റ, അതുപോലെ ഓപ്പൺ AI, ആമസോൺ തുടങ്ങിയ വമ്പൻ കമ്പനികൾ ഈ ഒരു ഡാറ്റാ സെൻറ്ററുകളിൽ വളരെയധികം ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ ഡാറ്റാ സെൻറ്ററുകൾക്ക് വേണ്ടി ഹൈ ബാൻഡ് വിഡ്ത്ത് മെമ്മറി ആവശ്യമുണ്ട്, HBM എന്ന് പറയുന്നത്. ഈ ഹൈ ബാൻഡ് വിഡ്ത്ത് മെമ്മറി ഉണ്ടാക്കാൻ മെമ്മറി ചിപ്പുകൾ ആവശ്യമായതുകൊണ്ട് തന്നെ ഹ്യൂജ് ഓർഡേഴ്സാണ് ഈ 3 കമ്പനികൾക്കും ഈ AI കമ്പനികൾ കൊടുത്തിരിക്കുന്നത്. AI ഓർഡേഴ്സിൽ ഫോക്കസ് ചെയ്യുന്നത് കൊണ്ട് തന്നെ സാധാരണ ലാപ്ടോപ്പുകളിലും സ്റ്റോറേജുകളിലൊക്കെ ഉപയോഗിക്കുന്ന മെമ്മറി ചിപ്പുകളുടെ സപ്ലൈ വളരെയധികം കുറഞ്ഞു. മൈക്രോൺ അവരുടെ കൺസ്യൂമർ ബ്രാൻഡായിരുന്ന ക്രൂഷ്യൽ ഷട്ട് ഡൗൺ ചെയ്തിരിക്കുകയാണ്. അവരെല്ലാം 3 കമ്പനികളും ഫോക്കസ് ചെയ്യുന്നത് ഇപ്പോൾ ഈ ഡാറ്റാ സെൻറ്റേഴ്സിന് വേണ്ടിയുള്ള മെമ്മറി ചിപ്പുകൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മളുടെ കൺസ്യൂമർ ഇലക്ട്രോണിക്സ് വിഭാഗങ്ങളിലെ എല്ലാ പ്രൊഡക്ട്സിനും ഈ മെമ്മറി ചിപ്പ് ആവശ്യമുണ്ട്. ലാപ്ടോപ്പിലും ഡെസ്ക്ടോപ്പിലും സെർവേഴ്സിലും മാത്രമല്ല, നമ്മൾ ഉപയോഗിക്കുന്ന മൊബൈൽ ഫോണിലും റെഫ്രിജറേറ്ററിലും വാഷിംഗ് മെഷീനിലൊക്കെ ഈ ചിപ്പുകൾ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ മെമ്മറി ചിപ്പിൻ്റെ ദൗർലഭ്യം, ഇതിൻ്റെയൊക്കെ വില വരുന്ന ആളുകളിൽ കൂട്ടാനുള്ള സാധ്യതയുണ്ട്. ഡെൽ, HP, ലെനോവോ പോലുള്ള വലിയ കമ്പനികൾ മെമ്മറി ചിപ്പ് കമ്പനികളുമായിട്ട് ദീർഘകാല കരാറുള്ളത് കൊണ്ട് തന്നെ ഈ പ്രൈസ് ഹൈക്ക് അവരെ അത്ര അധികം ബാധിക്കണമെന്നില്ല. എന്നാലും ഓവറോൾ മാർക്കറ്റിൽ ഇതിൻ്റെ ദൗർലഭ്യം ഉണ്ടാകുമ്പോൾ ഡിമാൻഡ് കൂടുകയും അതിലൂടെ ഈ ലാപ്ടോപ്പുകളുടെയും ഡെസ്ക്ടോപ്പുകളുടെയും മൊബൈൽ ഫോണിൻ്റെയും എല്ലാം മറ്റ് കൺസ്യൂമർ ഇലക്ട്രോണിക്സിലുള്ള എല്ലാ പ്രൊഡക്ട്സിനും വില കൂടാനുള്ള സാധ്യതയാണ് കാണുന്നത്. നിങ്ങൾ വിചാരിക്കും ഈ ഒരു മെമ്മറി ചിപ്പിൻ്റെ ദൗർലഭ്യം പുതിയ ഫാക്ടറികൾ ഉണ്ടാക്കിക്കൊണ്ട് അവർക്ക് അത് തരണം ചെയ്തുകൂടെ എന്നുള്ളത് എല്ലാവർക്കും വരുന്ന ചോദ്യമാണത്. പക്ഷേ ഈ മേഖലയിലുള്ള എക്സ്പേർട്സ് പറയുന്നത് ഒരു പുതിയ മെമ്മറി ചിപ്പ് ഫാക്ടറി സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങുന്നതിന് വേണ്ടിയിട്ട് ബില്യൺസ് ഓഫ് ഡോളേഴ്സ് ആവശ്യമുണ്ട്. അത് മാത്രമല്ല, ഏകദേശം 3 വർഷത്തോളം എടുക്കും ഈ നിർമ്മാണത്തിന് എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും വലിയ ചലഞ്ച്. ഈ ഒരു സ്ഥിതിവിശേഷം അടുത്തൊരു 1-2 വർഷത്തേക്കെങ്കിലും തുടരാനുള്ള സാധ്യതയാണ് കാണുന്നത്. മാർക്കറ്റിലെ പ്രൈസ് ഇപ്പോൾ ഉള്ളതിനേക്കാളും വളരെയധികം കൂടാനുള്ള സാധ്യതയാണ്. അത് കൂടുകയെന്ന് മാത്രമല്ല, വളരെയധികം കുറച്ച് കാലത്തേക്കെങ്കിലും അതുപോലെ തന്നെ തുടരാനാണ് സാധ്യത എന്നുള്ളതാണ് നാം മനസ്സിലാക്കുന്നത്. ഇപ്പോൾ 30,000-35,000 രൂപ വിലയുള്ള ലാപ്ടോപ്പുകൾ വരുന്ന ആളുകളിൽ 45,000, 50,000 ആവാനുള്ള സാധ്യതയാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ ഈ ഒരു സിറ്റുവേഷനിൽ നമുക്ക് എന്താണ് ചെയ്യാനായിട്ട് പറ്റുക എന്നുള്ളത് നമ്മൾ ചിന്തിക്കണം. എനിക്ക് ഈ സമയത്ത് നിങ്ങളോട് സജസ്റ്റ് ചെയ്യാനുള്ളത്, 2026 നിങ്ങൾക്ക് IT പർച്ചേസസ് എന്തെങ്കിലും പ്ലാൻ ഉണ്ടെങ്കിൽ അത് എത്രയും പെട്ടെന്ന് നടത്താനായിട്ട് ശ്രമിക്കുക. ഇപ്പോഴത്തെ ലെവലിൽ പ്രൈസ് ലാപ്ടോപ്പുകളോ ഡെസ്ക്ടോപ്പുകളോ സെർവേഴ്സോ വാങ്ങാനായിട്ട് പറ്റുകയാണെങ്കിൽ അത് നമ്മളെ സഹായിക്കും. അപ്പോൾ അതിനു വേണ്ടിയിട്ട് ശ്രമിക്കണം എന്ന് അഭ്യർത്ഥിക്കുകയാണ്. അതുപോലെ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം,
ഇപ്പോൾ ഉള്ള ഹാർഡ്വെയർ, ഇപ്പോൾ ഉള്ള ലാപ്ടോപ്പോ ഡെസ്ക്ടോപ്പുകളോ സെർവേഴ്സോ ഒക്കെ ഉണ്ടെങ്കിൽ അത് അപ്ഗ്രേഡ് ചെയ്തിട്ട് ഉപയോഗിക്കാനായിട്ട് ശ്രമിക്കുക. അതുകൊണ്ട് തന്നെ നമുക്ക് പർച്ചേസസ് കുറച്ച് നാളത്തേക്കെങ്കിലും മാറ്റി വയ്ക്കാനായിട്ട് പറ്റും, ഇപ്പോഴുള്ള ഹാർഡ്വെയർ തന്നെ ഉപയോഗിക്കാനായിട്ട് പറ്റും. മൂന്നാമതായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്, ഇപ്പോൾ നമ്മളുടെ കയ്യിൽ പ്രവർത്തനരഹിതമായിട്ടുള്ള പ്രൊഡക്ട്സ് ഉണ്ടെങ്കിൽ, IT ഹാർഡ്വെയർ ഉണ്ടെങ്കിൽ അത് റിപ്പയർ ചെയ്യാനായിട്ടും ശ്രമിക്കാം. തുച്ഛമായ ഒരു തുക കൊണ്ട് നമുക്കത് റിപ്പയർ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ വലിയ പർച്ചേസ് കോസ്റ്റിലേക്ക് പോകാതെ ആവശ്യങ്ങൾ നടത്താനായിട്ട് സാധിക്കും. അപ്പോൾ ഇത്രയാണ് നമുക്ക് ഈ ഒരു ടോപ്പിക്കിൽ പറയാനുള്ളത്. വിലയേറിയ അഭിപ്രായങ്ങൾ കമൻസിലൂടെ അറിയിക്കുക. അതുപോലെ തന്നെ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങളോ അറിയേണ്ടതായിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഫോൺ നമ്പറിൽ ബന്ധപ്പെടാം. അപ്പോൾ മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും നമുക്ക് കാണാം. എല്ലാവർക്കും നമസ്കാരം. താങ്ക് യു.